ചേച്ചി ഇതല്ലേ നമ്മളെ ബാങ്കിൽ ജോലി ചെയ്യുന്ന രവീണന്റെ വീട്? അതെ അളിയാ, ഇത് തന്നെ വീട്. രവീണ ഇറങ്ങ. കൊറേ നേരമായിട്ട് മനുഷ്യൻ പറ്റിക്കാൻ നോക്കുന്നതാണ്. അയ്യോ രവിയേട്ടാ, എന്ത് പറ്റി? രവിയേട്ടന്റെ കൂടെ ഇരുത്തിയിട്ടാണോ രവിയേട്ടന്റെ വീടാണോ ചോദിച്ചത്? എന്തോ നിങ്ങൾക്ക് തലയ്ക്ക് വല്ല സൂക്കേടുണ്ടോ? എനിക്കല്ല സൂക്കേട്, ഇങ്ങേർക്കാണ് സൂക്കേട്. അയ്യോ എന്ത് പറ്റി? നിങ്ങളൊന്ന് തെളിച്ചു പറയോ? ആക്സിഡന്റ് ആയി വഴി കിടക്കുമായിരുന്നു. അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതായി കെട്ടൊക്കെ കെട്ടി കൊണ്ടുവന്നതാണ്. അവിടുന്ന് വീട് എവിടെയാന്ന് ചോദിച്ചപ്പോ ദുബായിൽ 2ാമത്തെ ജംഗ്ഷൻ. ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കൊറേ നേരമായിട്ട്. രവിയേട്ടാ, പിന്നെ അവിടുന്ന് ID കാർഡ് എടുത്ത് നോക്കിയപ്പോഴാണ് വീടിന്റെ അഡ്രസ് കിട്ടിയത്. രവിയേട്ടാ, മക്കളെ പിള്ളേരെ ഓടി വാ. വലിയ ഉപകാരം കേട്ടോ, ആശുപത്രി കൊണ്ടുപോയതിന്. എന്ത് പറ്റി? അയ്യോ അച്ഛൻ എന്ത് പറ്റി? അച്ഛാ ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാണ്. അയ്യോ അച്ഛാ. എന്നാ ചേച്ചി ഞങ്ങളങ്ങ് പോകട്ടെ. ശരി, താങ്ക് യു. ഓക്കെ. അച്ഛാ രവിയേട്ടാ, എന്താ രമണി, ബുർജ് ഖലീഫയുടെ മുന്നേ കൊണ്ട് നിർത്താൻ പറഞ്ഞാൽ ഇവിടെയാണോ കൊണ്ട് നിർത്തണ്ടേ? എന്താ രമണി ഇത്? ബുർജ് ഖലീഫയാ? രമണിയാ? ആര് രമണി? അച്ഛാ 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 രമണിയല്ല മണി. രമണി, ഈ ആട്ടിൻകുട്ടികളെ മേയ്ക്കാൻ പറ്റുന്നില്ലേ? ആട്ടിൻകുട്ടികളോ? എന്തോന്നൊക്കെ അച്ഛാ പറയണേ? എന്തോ രവിയേട്ടാ, ആരാണ് ഈ രമണി? എന്തോന്നൊക്കെ പറയണത്? എന്താ രമണി, നിനക്ക് എന്നെ മറന്നാൽ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? സത്യം പറ, ആരാണ് ഈ രമണി? എനിക്ക് പറയണം. മണി, നീ എന്തെങ്കിലും ദേഷ്യപ്പെടേ? എന്തു പറ്റി മണി? രമണി പോയി. മക്കളെ പഠിക്കാവൊന്നുമില്ലേ? പിന്നെ എന്ത് പോയി പടി? രവിയേട്ടാ, എന്തോ നീ രമണി രമണി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേ? രമണി, ബുർജ് ഖലീഫയുടെ 50ാമത്തെ നിലയില് എന്റെ ലഗേജ് ഇരിപ്പുണ്ട്. വളരെ കെയർ ചെയ്ത് അതെങ്കിൽ എടുത്തുള്ളൂ. മുട്ടയും ചെയ്യരുത്. വീട് രമണി കയറി വന്നു. വീട് രമണി കയറി വന്നു. അച്ഛന്റെ ഫ്യൂസ് പോയി. ഇത് മറ്റേ സംഭവമാണ്. എന്തോന്ന്? തല ചെന്ന് ഇടിച്ചിട്ടേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നതാ. മറ്റേ അന്യൻ സിനിമയിൽ അന്യൻ അമ്പി 2 ക്യാരക്ടർ വരൂലേ, അതുപോലത്തെ എന്തോ ആണ് അച്ഛന് തോന്നുന്നത്. അച്ഛാ നീ സംസാരിച്ചോണ്ടിരിക്കുന്ന അച്ഛനെ വിളിച്ച് അകത്തേറ്റ്. വീട്ടിലോട്ട് കയറും. അച്ഛാ ദൈവമേ,